ഹലോ ഗായ്സ്, എല്ലാവർക്കും ഖത്തറിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഖത്തറിൽ പോയിട്ട് ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട ഇക്കാൻ്റെ മക്കളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അവർ അവിടെ ഒഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾക്കിടയിലൂടെ വെറുതെ റോഡ് ടാർ ചെയ്ത് അതിൻ്റെ അറ്റം ഉണ്ടാവില്ല, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയി അവസാനിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഇഷ്ടംപോലെ ബോള് അതായത് കല്ലുകൾ അങ്ങനത്തെ സംഗതികൾ കുറവാണ്. നമുക്ക് ബോളും ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാൻ നല്ല സുഖമാണ്. പിച്ചുണ്ടാക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ 2.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ, ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ ആ ഒരു 6 മണി 6:30 ടൈം ആകുമ്പോൾ തന്നെ ഇന്ത്യയിൽ ആകുമ്പോൾ തന്നെ അവിടെ ഒരു 4 മണി ആയിട്ടേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് തന്നെ മഗ്‌രിബ് ഒക്കെ ആവും. അതുപോലെ ഹെലികോപ്റ്ററുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലൂടെ ആ ഒരു ഫിഫേൻ്റെ സമയത്ത് അവർ ഫുൾ നിരീക്ഷണം സെക്യൂരിറ്റീൻ്റെ ഭാഗമായിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മേലെക്കൂടെ ഇങ്ങനെ പറക്കുകയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് പോലീസുകാരായിരുന്നു. പിന്നെ ഇവർ ഫിഫേൻ്റെ ഒരു സംഭവം ആയതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി കൊടുക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പരിപാടി ഫുട്ബോൾ കളിക്കലായിരുന്നു. ഒപ്പം പള്ളിയിൽ പോവുക, റെസ്റ്റ് എടുക്കുക, നല്ല ഒരു റാഹത്തുള്ള പള്ളി, സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ പള്ളിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ എക്സർസൈസ് ചെയ്യാൻ രാവിലെ തന്നെ എക്സർസൈസ് ചെയ്യാൻ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫിഫേൻ്റെ ഭാഗമായിട്ട് ഒരു ടി വി വാങ്ങി. അങ്ങനെ ടി വിയിൽ ഞങ്ങൾ ഓരോ മാച്ചുകളും ഇങ്ങനെ മാറി ഇരുന്ന് കണ്ടു. എല്ലാ മാച്ചിനും നമുക്ക് പോകാനായിട്ട് ഫസ്റ്റ് ടൈമിൽ ഇക്കാൻ്റെ ജോലി തിരക്കുകൾ കാരണം കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മാച്ചുകൾ കാണാനൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ജസ്റ്റ് സൈക്കിളൊക്കെ എടുത്ത് വാപ്പായി മെട്രോയിലൊക്കെ കയറി നമ്മുടെ ഈ ഹയ്യാക്കാടൊപ്പം ഉള്ളതുകൊണ്ട് കുറേ പേരെ കാണാൻ പറ്റി. അടുത്ത അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണാൻ പറ്റി. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഇത്താൻ്റെ വക സ്പെഷ്യൽ സംഗതികളൊക്കെ ആയിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. എപ്പോഴും വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ഇവിടെ നമുക്ക് നടക്കാൻ വിശാലം ദൂരം. പണ്ട് ഈ പ്രവാസികളുടെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ ഇത് കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എത്താത്ത ദൂരത്തോളം വിശാലമായി മരുഭൂമി കിടക്കുന്ന ഒരു പ്രതീതി ശരിക്കും നമുക്ക് അവിടെ അനുഭവിക്കാൻ കഴിയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. അടുത്തൊന്നും അയൽപ്പക്കം അങ്ങനെ കുട്ടികളൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ആരും അങ്ങോട്ടും സംസാരിക്കില്ല. പിന്നെ എല്ലാ സ്കൂളുകളും പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവധിയാണ്. അവർക്ക് ഫിഫൻ്റെ വക ഗവൺമെൻറ് വകയും സ്കൂളുകളുടെ വകയൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തിരുന്നു. അതും ഫിഫ വേൾഡ് കപ്പ് എന്നുള്ള ഖത്തർ വേൾഡ് കപ്പ് എന്നുള്ള പേരിൽ തന്നെ അടിച്ചിറക്കിയ കട്ടർ, പെൻസിൽ ഒക്കെ തന്നെ പ്രിൻ്റ് അടിച്ചിട്ടുള്ള ഖത്തർ പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ആണ്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തു എന്ന് മാത്രം. Today I am going to tell about വിദ്യാർത്ഥിയാണ്. അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് പരമാവധി അവരെ പഠിപ്പിച്ച് അതുപോലെ അവരുടെ പ്രൊനൗൺസിയേഷനും അവരെ അറബി ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പുതിയ വാക്കുകളൊക്കെ ഷെയർ ചെയ്തും പഠിപ്പിച്ചൊക്കെ കുറേ സമയം അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും വീട്ടിലുള്ള സമയങ്ങളൊക്കെ അങ്ങനെ പരമാവധി നമ്മൾ ഒട്ടും വെറുതെ ഇരിക്കാതെ പരമാവധി എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുക. അതിനിടയിലാണ് ഖത്തറിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഫിഫിൻ്റെ ഒരു ടൈമിൽ തന്നെ മഴ പെയ്ത സമയത്ത് നല്ല തണുപ്പും നല്ലൊരു അവിടുത്തെ കാറ്റെന്ന് കഴിഞ്ഞാൽ കാറ്റ് വീശുമ്പോൾ തന്നെ നല്ല തണുപ്പ്. നമ്മുടെ ഈ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലൊരു പ്രതീതി അവിടെ ശരിക്കും അനുഭവപ്പെട്ടു. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഷവർമ്മ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനല്ല അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഷവർമ്മയാണ് അവിടെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ തുർക്കി ഷവർമ്മയുണ്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നത്. പിന്നെ അപ്പോൾ അതൊരു ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടം പോലെ വണ്ടികൾ ചറപറ നമ്മുടെ ഈ കൊച്ചി ബാംഗ്ലൂരൊക്കെ പോലെ തന്നെ മഹാരാഷ്ട്ര ബോംബെ ഒക്കെ പോലെ തന്നെ എല്ലാ വണ്ടികളും
ചാറ പറ വണ്ടികൾ നേരെ എത്തിയിട്ടേക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ അർജന്റീന, കളിക്കുന്ന പോർച്ചുഗൽ, സമയത്തും പുതിയ പുതിയ കാറുകൾ കാണാൻ മെസ്സി, റൊണാൾഡോ, ബ്രസീൽ. അതൊക്കെ ഒരു സാധാ ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് അവിടുത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത്.